നല്ല കേൾക്കാം. നല്ല നല്ല മധുരമുണ്ട്. ഇതിപ്പോ 3-4 മേടിച്ചിട്ടുണ്ടോ നേരത്തിന്? ഒരു 2 കിലോ മേടിച്ചാൽ എന്തായിരുന്നു അവന്? 2 വന്നപ്പോ തന്നെ എടുത്താ. ഇപ്പൊ 2 ഇവിടെ ഇരുന്ന് തിന്ന്. എന്നിട്ടാണ് എനിക്കെന്താ 1 കിലോ ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? ചൂടുന്നു. ഞങ്ങളിതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പണ്ട് അവിടെ ആ അതിരയില് ഒരു പടർന്ന് നിൽക്കുന്ന ഒരു, സത്യമാണോ? ഇത് സത്യമാണ്, പടർന്ന് നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പേര. അതെ, ഇത് ഇത്രയുണ്ട് പേര. അത്രയല്ല, അത് കൂട്ടി പറഞ്ഞതാ. ഇത്ര ഉണ്ടായിരുന്നു. നല്ല ചൊകാന്നിരിക്കും അതിന്റെ ഉള്ളിൽ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. അത് നിങ്ങളിതൊന്നും കാണാത്തോണ്ടാ. ടീച്ചറെ നമസ്തേ. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ? ഇല്ല, കുഴപ്പമില്ല. ഇവിടെ ചോദിച്ചപ്പോ എല്ലാവർക്കും അറിയാം. നാത്തൂന, ഏട്ടന്റെ പെങ്ങളൊക്കെ. മക്കള് ഒരു മോള്. പക്ഷെ ട്യൂഷന്റെ ആവശ്യമൊന്നുമില്ല, അവള് നല്ലോണം പഠിക്കും. ഓ ട്യൂഷൻ വേണ്ടല്ലേ. ശരി, ഇതല്ലേ മോള്? എന്തോ പേര്? ഏത് ക്ലാസ്സിലാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. നല്ല റാങ്ക് ഉണ്ടാവും. എത്രയുണ്ട് റാങ്ക്? അപ്പൊ നമുക്ക് ഇന്ന് പോലെ അല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ട് ഇടങ്ങും. ഓക്കെ, ഉറപ്പിച്ചല്ലോ. എഴുതാനൊക്കെ ഭയങ്കര മടിയാണ്. ആണോ? അതൊക്കെ ഞാൻ മാറ്റിയെടുക്കൂലേ അല്ലടാ. ശരി ശരി. എവിടെ താമസം? അവര് താഴെയാ. ഓ, അപ്പൊ ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാ, പക്ഷെ പാലയിലാണ് അയച്ചേക്കുന്നത്. അവരുടെ ഇവിടെയാ താമസിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് പോവാം മോളെ. ഹലോ. ടീച്ചർ ഒന്നിനും ഇങ്ങോട്ട് വന്നേരം അങ്ങോട്ട് വരുവായിരുന്നില്ലേപ്പാ. അതിനെന്താ, അടുക്കളയല്ലേ, കയറിയും കാണുകയൊക്കെ ചെയ്യാലോ. ഇവിടെ ഇരിക്കാനും അതൊന്നും കുഴപ്പമില്ല. പിന്നെ മോളെല്ലാം മെഡിക്കാട്ടോ. നല്ല മെഡിക്കുക, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ മതി, പെട്ടെന്ന് പിക്കപ്പ് ചെയ്തോളൂ. മെഡിക്കാട്ടോ. ആണല്ലേ, നന്നായിട്ടൊന്നും ആക്കിയിട്ട്. അവളുടെ അക്ഷരം ഒന്നും ശരിയല്ല ടീച്ചർ, വൃത്തിയായിട്ടൊന്നും എഴുതത്തില്ല. എന്തായാലും അടുത്ത പ്രാവശ്യത്തെ റിസൾട്ടിൽ ഫസ്റ്റ് റാങ്ക് ആയിരിക്കും ഉറപ്പാണ്. നമുക്കൊരു ചെറിയൊരു തള്ളല് മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ എന്തായാലും കിട്ടിയല്ലോ. അത് ഈ വർഷമല്ലേ ഇവിടെ ചേർത്തത്, അതുകൊണ്ടാണ്. ഓ അതല്ലേ, നല്ല മെഡിക്കാട്ടോ. നല്ല നന്നായി വരും. നല്ല സുന്ദരിയാട്ടോ ജമന്തി. ആ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു ഏതോ ഒരു സീരിയലിലെ ഞാനൊരാളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെ. ഞാനിങ്ങനെ കണ്ടപ്പോ ആണല്ലേ. എന്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നു. ചുമ്മാ. ഓ ശരി 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 കേട്ടോ. അപ്പുറത്തെ നാത്തൂനല്ലേ? നാത്തനുള്ളത് കൊണ്ടാണ് ഒരു കൂട്ട്. അല്ലെ പിന്നെ ഏട്ടൻ കൂടെ പോയി കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും ഇല്ലല്ലോ. അപ്പൊ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അവിടെ പോയിരിക്കും. അടുത്തടുത്തുള്ളത് ചിലപ്പോ നല്ലതാ അല്ലേ? പിന്നെ നല്ലതാ, എന്തെങ്കിലും ആവശ്യം വന്നാലും പെട്ടെന്ന് ഓടി അങ്ങ് പോവാലോ. ശരി ശരി ശരി. ഒരു മോളാണോ അവിടെ? അവിടെ ഒരു മോളാ. പിന്നെ ക്ലീറ്റോ ചേട്ടന് രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഓഹോ. അപ്പൊ ക്ലീറ്റോ ചേട്ടനും രാവിലെയൊക്കെ പോയാൽ പിന്നെ രാത്രിയൊക്കെ വരുള്ളൂ. അപ്പൊ ജോലി അങ്ങനെ ഒന്നുമില്ല? ആ ജോലി ഭയങ്കര രാഷ്ട്രീയത്തിലൊക്കെ ഭയങ്കര പിടിപാടാ. ഓഹോ. പിന്നെ ഞാനോർത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോ സാധാരണ അങ്ങനെയൊന്നുമല്ല, നല്ല പിടിപാടാ രാഷ്ട്രീയത്തില്. എന്തായാലും മോള് ഒരു തീരുമാനമായി. അടുത്ത പ്രാവശ്യം ഒരു ഫസ്റ്റ് റാങ്ക്. അത് മതി, ഞങ്ങക്ക് നല്ലൊരു ടീച്ചറിനെ കിട്ടി. ഞാനങ്ങനെ പോറില്ല കേട്ടോ. അധികം വീട്ടിൽ പോയി പഠിപ്പിക്കണ വലിയ ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നാലും പിന്നെ എനിക്ക് കണ്ടപ്പോഴത്തേന് നിങ്ങളെയൊക്കെ അങ്ങ് ഇഷ്ടമായി ശരിക്കും. ഒരു കൂട്ടുമായല്ലോ, മനസ്സ് പറഞ്ഞു. ഇവിടെ വന്ന ഒരു കുഴപ്പമില്ല, ആരുമില്ല ടീച്ചറിന്റെ ശല്യത്തിന്. അവളെന്തായാലും നല്ല മിടുക്കിയാക്കി എടുത്തോളാം, ഉറപ്പ്. അത് മതി. അപ്പുറത്ത് ജമന്തിയും മോളൊന്നും ഇല്ല, ആരെയും കണ്ടില്ല. അതുവരെ ഞാനൊന്ന് ഇവിടെ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പണിയായിരുന്നു അല്ലേ? അങ്ങനെയില്ല, ഇച്ചിരി അരിയാനും പിടിക്കാനും. എന്താ കറി? തോരൻ വെക്കണം. എല്ലാം ഒറ്റയ്ക്കാ ചെയ്യാം? ഞങ്ങള് 2-3 പേരല്ലേ ഉള്ളൂ. ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഉള്ളൂ ഇവിടെ. കുഴപ്പമില്ല. പിന്നെ എങ്ങനെ കൊച്ചു പഠിക്കുന്നുണ്ടോ? ഓ കണക്കാ, വലിയ കാര്യമൊന്നുമില്ല. അവള് പറഞ്ഞ് പഠിക്കുന്നുണ്ടെന്ന്. ഓ എനിക്ക് അങ്ങനെ ഒന്നും തോന്നി. ആണോ? പിന്നെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അതെ അതെ, ടീച്ചർ ശരിക്കും ശ്രദ്ധിച്ചാ മതി. നോക്കാം, നമ്മളെല്ലാം ആവുമ്പോഴല്ലേ പറ്റൂ. നല്ല നോക്കാം.
ഒളിച്ചോട്ടായിരുന്നല്ലേ? ഒളിച്ചോട്ടായിരുന്നല്ലേ? പറഞ്ഞായിരുന്നു, ജമന്തി പറഞ്ഞായിരുന്നു. വേറെയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുഴപ്പമാവോ? അല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ജമന്തി. എന്നെ പറ്റിയോ? അല്ല, വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോ കുഴപ്പമുണ്ടോന്ന് അറിയില്ല. പറഞ്ഞ കുഴപ്പമാവെങ്കിൽ എന്താ ടീച്ചർ പറഞ്ഞു? പറയില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ പറയാം. അറിയില്ല. സത്യത്തിൽ പറയാൻ പാടില്ല, എന്നാലും കുട്ടിയുടെ ഈ നിഷ്കളങ്ക മുഖം കാണുമ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പറയാനാണേ. സത്യം ചെയ്താൽ മാത്രം, ഇല്ലാച്ചാ അങ്ങനെ പറയാൻ പാടില്ല. എനിക്കറിയാം സത്യം. പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ഈ പറഞ്ഞു എന്നുള്ളത് ഒരു തരത്തിലും അറിയരുത്, ഒരു മനുഷ്യനും അറിയരുത്. പറഞ്ഞ് മനസ്സിലായാലും. സത്യം ചെയ്യും, എൻ്റെ തലത്തൊട്ട് സത്യം ചെയ്യും. സത്യം. ഇത് ആരും അറിയരുത്, മനസ്സ് സൂക്ഷിക്കണം. വിഷമിക്കാൻ വേണ്ട കേട്ടാ, കുഴപ്പമില്ല. ശരി, പോട്ടപ്പാ. ടീച്ചറെ, ടീച്ചർ ഇത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. ആണാ? ബ്ലോക്കായിരുന്നോ? ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ ഇരുന്നോ? കൊറേ നേരം വന്നിട്ട്. ഇതാരും ഇല്ലാത്തോണ്ടേ കുറച്ചു നേരം ആയില്ലേ, ഇവിടെ നിന്ന് മുഷിയണ്ടാന്ന് വെച്ചിട്ട് അപ്പുറത്തോട്ട് പോയി. നാത്തൂനുണ്ടായിരുന്നല്ലേ? നാത്തൂനുണ്ടായിരുന്നു. പിന്നെ കൊറേ എൻ്റെ പൊന്നു മോളെ ഒന്ന് കേറിപ്പോയല്ലോ എന്നായിപ്പോയി. ചെവി തല കേൾപ്പിച്ചിട്ടില്ല, എന്തൊക്കെയോ പറഞ്ഞു. നാത്തൂന് അങ്ങനെ ഭയങ്കര വർത്തമാനം. എന്നാലും എന്താ, മനുഷ്യരെ കുറ്റം കേൾക്കണതിന് ഒരു പരിധിയില്ലേ? ഒക്കെ ഒരു ഇവിടെ പറയണ കാര്യങ്ങൾ അപ്പുറത്ത് പോയി പറയണ സ്വഭാവം എനിക്കില്ല. എന്നാലും കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ടുള്ളതല്ലേ, അതിൻ്റെ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ എത്ര ആയിരുന്നാലും. അതുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, നാത്തൂന് എന്ത് പറഞ്ഞു? ഓരോന്ന് ഇങ്ങനെ എന്തൊക്കെയാ വല്ലാത്ത വിഷമങ്ങളായിരുന്നു. കൊച്ചിനെ കുറിച്ച് എന്തേ പറയാനുണ്ടായിരുന്നു. എന്നെ പറ്റിയ മണിക്കൂർ. ആണോ? നാത്തൂന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹത്തിന്റെ കാര്യമൊന്നും അല്ല, ഇങ്ങനെ അടുത്ത് കിടക്കണമെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ കുറച്ചൊക്കെ എല്ലായിടത്തും ഉള്ള കേട്ടോ, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഇത്രയും അടുത്തല്ലേ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ, എന്നിട്ട് എന്താ ഒരു നന്ദിയില്ല, സ്നേഹമില്ല, കുറ്റം പറഞ്ഞതിന്. എന്നെ പറ്റിയാ? നാത്തൂൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഇല്ല, കേട്ടല്ലേ, ഞാൻ അല്ലേ പറയുമോ? കൊള്ളാം, എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ എത്ര ആയിരുന്നാലും എനിക്കൊരു സ്നേഹമുണ്ട് കേട്ടോ. എത്ര ആയിരുന്നാലും ഒരു കപ്പ് വെള്ളം ഞങ്ങളുടെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ വാങ്ങിച്ച് കുടിച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ, ഒരു രക്ഷയില്ല. ഒരുപാട് പറഞ്ഞു. ഇനി ഞാനില്ല, ഇവിടെ വന്ന ആളില്ലാച്ചാൽ ഞാനങ്ങ് തിരിച്ചു പോക്കാളാം, അതാ നല്ലത്. ഇത് കേട്ടിരിക്കാനുള്ള ത്രാണി എന്നെ കൊണ്ട് വയ്യേ. ടീച്ചറെ, എന്താ നാത്തൂൻ പറഞ്ഞത്? സത്യം പറയാലോ, ആരടുത്തും പറയരുത്. ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. ആരടുത്തും പറയത്തില്ലെങ്കിൽ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പറഞ്ഞതൊന്നും പക്ഷെ ഒരു കാര്യമാണോ വശാലും പുറത്തു പോകരുത്. ഞാൻ ആരോട് പോയി പറയാം? തലത്തൊട്ട് സത്യം ചെയ്തേ പറയില്ലെന്ന്, അല്ലാതെ എനിക്ക് സമാധാനം ഇല്ലട്ടോ ഇവിടുന്ന് പോകാനായിട്ട്. ഞാൻ ആരോടും പറയത്തില്ല. ടീച്ചറിന്റെ നല്ല മനസ്സുകൊണ്ടല്ലേ ഇപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞത്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇതൊക്കെ അറിയുമായിരുന്ന, ഞാൻ പിന്നെ പഴയ പോലെ തന്നെ ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കത്തില്ല. എന്റെ ബന്ധുക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും പോവാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ഇതൊക്കെ തന്നെയല്ലേ? പിന്നല്ലാണ്ട് അവരൊക്കെ എന്നെ പറ്റി മോശമായിട്ട് വിചാരിക്കത്തില്ലേ? ഇതുവരെ അറിഞ്ഞില്ലല്ലോ അപ്പൊ ഇതൊന്നും. നാത്തൂന് ഇത് ആരുടെ സ്വഭാവം ഇങ്ങനെ ഇത് കിട്ടിയത്? ആർക്കറിയാൻ. ഈ ഏട്ടനും അമ്മയ്ക്ക് എന്ത് പാവാന്നറിയോ?
വനത്തിൽ നിന്നും പറിച്ച വിഷക്കൂൺ കറി വെച്ച് കഴിച്ച് വീട്ടമ്മ മരിച്ചു. ഈ എന്തുമാത്രം വിഷം ഇവിടെ മാർക്കറ്റിൽ കിട്ടും. അതൊന്നും പോരാൻ ചേട്ടാ, വനത്തിനകത്ത് പോയി വിഷക്കൂണ് കൊണ്ടുവന്ന് അത് കറി വെച്ച് ഗ്യാസും ചിലവാക്കി അത് കഴിച്ച് മരിച്ചേക്കണം. ഓരോരുത്തർ കഷ്ട. രാവിലെ ചെറിയ മഴയുടെ ലക്ഷണം ഉണ്ടല്ലോ. ഇത് എവിടെ രാവിലെ നീ എവിടെ പോയിരുന്നു? കുറച്ച് ഇറച്ചിയും മലക്കറിയൊക്കെ മേടിക്കാൻ പോലെയാ. പത്രം ഇവിടെ സ്വസ്ഥമായിട്ട് കിടക്കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നീ ഇവിടെ ഇല്ലാന്ന്. ഇറച്ചി വാങ്ങിച്ച? ഓ എന്താന്ന്? ഏത്? നല്ല പോത്ത്, കിടിലം പോത്ത്. റഷീദിൻ്റെതാണോ? ഓ എടാ, ഇന്നലെ ഞാൻ കണ്ടൊരു പിഞ്ച് പോത്ത് കുട്ടിയെ കൊണ്ടുപോകണം. അത് തന്നെ. നീ എന്നാ പിന്നെ മാർക്കറ്റിൽ പോകണമെന്ന് അറിഞ്ഞെങ്കിൽ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ 1 കിലോ എനിക്കൂടെ മേടിച്ച് തരണ്ടായിരുന്ന. അതിനിപ്പോ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടെ വെച്ച് രണ്ടു കൂടെ കൂട്ടാമല്ലോ. ആ അല്ല അതായത് കറി വയ്ക്കും. അപ്പൊ അത് ഒരു കാര്യം ചെയ്. എങ്ങനെ വെക്കാൻ പോണ് ജവന്തി? എങ്ങനെയെങ്കിലും വെക്കും. റോസ്റ്റാണ്, കറിയാണ്, പോത്ത്? അളിയൻ എന്താ വേണ്ട അതുപോലെ വെച്ചു തരും. അളിയന് വേണ്ടത് വെച്ചു കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഞങ്ങൾക്കും കൂടി മേടിക്കേണ്ട കാര്യമില്ല. 1 കിലോ മേടിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. എന്റെ അമ്മോ, ലോട്ടറി അടിക്കണതിന് മുമ്പ് എന്തായിരുന്നു? ഇച്ചിരി കറിയുണ്ടാ ജമന്തി? എന്താ ഇന്ന് വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് വരുമായിരുന്നു. ഇപ്പൊ ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോ പഴയതൊക്കെ മറന്നതേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ജമന്തി ഒരുപാട്. എന്താ എന്നെ കൊണ്ടും അധികം പറയിപ്പിക്കണ്ട. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഓ, നിന്റെ ഒരു സാരി എടുത്ത് നിനക്കത് ഉരുകി പോവോ? അല്ല, അങ്ങനെ ഉണ്ടോ? എത്ര സാരി ഇവിടുന്ന് എടുത്തിട്ട് പോയേക്കണ, വല്ലതും തിരിച്ചു തന്നിട്ടുണ്ടോ? അത് തന്നെ. അപ്പൊ ഞാൻ അറിഞ്ഞതും കേട്ടതൊക്കെ സത്യേടി. നീ ചിരിച്ചു കാണിക്കുമ്പോ നിന്റെ ഉള്ളിൽ മുഴുവൻ കള്ളത്തിലായിരുന്നില്ലടി. ആഹാ, അപ്പൊ ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണല്ലേ? നാത്തൂന് എന്തൊക്കെ അനാവശ്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞേക്കുന്നത്? ഞാൻ എപ്പോഴാണ് നാത്തൂന് തയ്ച്ചിട്ട് പൈസ തരാതിരുന്നിരിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അങ്ങനെ? എനിക്ക് അങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പൈസ തന്നിട്ടില്ല എന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ അങ്ങനെ ആരോട് പറഞ്ഞു നടക്കുന്നത്? എപ്പോഴാണ് പൈസ തരാതിരിക്കുന്നത്? എപ്പോഴാണ് നീ പൈസ തന്നിട്ടുള്ളത്? നീ പക്ഷെ പറയും നീ എനിക്ക് ചെലവിന് തരുന്നത് ആരാടി? ഏട്ടൻ തന്നെയാ. ആണോ? അത് ഞാൻ പറഞ്ഞെങ്കിൽ കണക്കായി പോയി. ആണോ? നിന്റെ ഏട്ടനാണ് എനിക്ക് ചെലവ്. അവൻ ചെലവിന് തന്നിട്ടുണ്ടെങ്കിലേ അവൻ എന്റെ ആങ്ങളായതുകൊണ്ടാ. നീ പോയി കേസ് കൊടുക്കാൻ. അടങ്ങാൻ പറ്റില്ല. ഇവിടെ ആരാ എന്റെ കാര്യം പറയാനായിട്ട്? നീ ആരാ എന്റെ കാര്യം പറയാൻ വേണ്ടി? നാത്തൂനെ പറ്റി ഞാൻ ആരോടും ഒന്നും പറഞ്ഞതും കേട്ടതും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനും എല്ലാം അറിഞ്ഞു. ഞാൻ സത്യം ചെയ്തു. ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. നിന്നോട് ഇവിടെ ഞാൻ വലിച്ചു അവള് വലിയൊരു ആള് അവക്കെ. അവള് ഭയങ്കര കഴിവുള്ള വീട്ടിലാന്ന്. അവള് ഭയങ്കര വലിയ കൊമ്പത്തെ വീട്ടില്. നീ വലിയ കൊമ്പത്തെ വീട്ടിലാണെങ്കിൽ ഈ വീട്ടിലോട്ടല്ലേ നീ വന്നത്? ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണം. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല. എന്നെ അന്തസ്സായിട്ട് ഇവിടെ ഞാൻ വീടുണ്ടായിട്ടും പോവാതെ ഇവിടെ വന്ന് കിടക്കാം. ഞാൻ അങ്ങോട്ട് പോകാൻ എന്നെ കെട്ടിക്കൊണ്ട് വന്നത് വീട്ടിൽ ഇതിനൊക്കെ വളം വെച്ച് ഒരു കാര്യം പറഞ്ഞേക്കാം. അവിടെ ഈ ഇറച്ചി കുറിച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. മാറൂടെ? ഇതന്നെയാണ്. കോഴിക്കോട് അലുവ ഉണ്ടോ? കോഴിക്കോട് അലുവ വന്നില്ല, തീർന്നു പോയല്ലേ. വൈകുന്നേരം വരും. വൈകുന്നേരം വരും. അല്ലേ, ഇത് നമ്മുടെ നല്ലുമുള ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ഹസ്ബൻഡാണ്. പഠിപ്പിക്കുന്നുണ്ട്. എന്റെ വൈഫ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? അത് ശരി. മോളെ പേരെന്താ? ടീച്ചർ നല്ലതായിട്ട് പഠിപ്പിക്കും കേട്ടോ. നല്ല ആണോ? നല്ല ടീച്ചർ. നല്ല അഭിപ്രായം. എല്ലാവർക്കും ഒക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഈ കടയും ഇതൊക്കെ ബേക്കറി സ്വന്തമല്ലേ നമ്മളെ? അല്ല, നമ്മുടെ സ്വന്തമാണ്. പിന്നെ ടീച്ചറിനെ ഇങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ വിടേണ്ട കാര്യമുണ്ടോ? അത് അവളുടെ ഒരു ആഗ്രഹം കൊണ്ട് വിടുന്നില്ലേ. അത് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കുട്ടികളൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളീ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അവരെ ഇഷ്ടത്തിനൊക്കെ വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവർ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അവരുടെ സ്വഭാവത്തിന് വേറെ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ വെളിയില് ഇങ്ങനെ അങ്ങനെ അല്ലല്ലേ അത് പരക്കെ. അതിന് കാരണം എന്നറിയാമോ? പരക്കെ പറയുന്നത് മോശം അഭിപ്രായം പറഞ്ഞത് അതെന്നറിയാമോളിയാ. ടീച്ചർ ഒരുവിധപ്പെട്ട് പഠിക്കാൻ പോണ അടുത്ത് എല്ലാ ആണുങ്ങളുള്ളത് മാത്രം ടീച്ചർ പോകണം എന്നുള്ള ഒരു പരാതിയാണ്. അതായത് കാരണം അല്ല, ഞാൻ തുറന്ന് പറയാതിരുന്ന അതിന് നിങ്ങൾക്ക് വിഷമമാവും. വെളിയിൽ പറയണത് ഈ ടീച്ചർ ഈ തടിമിടുക്കുള്ള
ആണുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നോക്കി ട്യൂഷൻ പഠിപ്പിക്കാൻ പോണു എന്നൊരു പരാതിയുണ്ട്. പക്ഷെ നമുക്കുമൊക്കെ പേര് ദോഷമാണ്, ഞങ്ങൾക്കും അങ്ങനെ അങ്ങനെ അത് രാജസാറിന്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? അതാണ് ആളെ അങ്ങനെ ട്യൂഷൻ ടീച്ചർമാരെ ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മുടെ ഈ നാടല്ലേ, നമുക്ക് ഒരു 1000 കുടത്തിന്റെ ഭാഗം മൂടി കെട്ടാം, പക്ഷേ മനുഷ്യന്മാരെ ഭാഗം മൂടി കെട്ടാൻ പറ്റുമോ? അല്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ ടീച്ചർ അങ്ങനെ മോശക്കാരി ഒരു സ്ത്രീ അല്ല, രാജസാറിന്റെ വീട്ടിൽ ഉണ്ടായ വിഷയം അത് ലളിത ടീച്ചർ അല്ലേ? ടീച്ചർ അല്ല. അല്ലല്ല, അത് അവിടെ സാറ് പിള്ളേരെ അവരെയൊക്കെ വീട്ടിൽ ഭാര്യയെ വീട്ടിൽ പറഞ്ഞോളൂ. 2 ദിവസം അടുപ്പിച്ച് ക്ലാസ് ട്യൂഷൻ എടുക്കാൻ വന്നായിരുന്നു. ഒരു ദിവസം പുള്ളി തന്ത്രപരമായിട്ട് ഭാര്യയും മക്കളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മാത്രം വെയിറ്റ് ചെയ്തു. അപ്പൊ ടീച്ചർ കയറി വന്നു. ഈ സമയത്ത് കല്യാണം പറഞ്ഞ് വേറെ ആൾ വന്നപ്പോൾ ചോദിക്കും സെറ്റപ്പാ ചോദിച്ചു. ആകെ അല്ല, നിങ്ങളുടെ ഭാര്യ ടീച്ചർ അങ്ങനെയൊന്നും ഒന്നും അല്ല ഞങ്ങൾ പറഞ്ഞത്. എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും? കുഴപ്പമില്ല. നിങ്ങളുടെ വൈഫ് അങ്ങനെ അല്ല. ഒരു കാര്യം ഉണ്ടാ, ഒരു കാലം വല്ലാത്ത കാലമാണ്, നമ്മൾ സൂക്ഷിക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് മരത്തിന് തന്നെയാണ്. അപ്പൊ അത് സൂക്ഷിക്കണം മരം കേട്ടോ. അതുകൊണ്ട് അലുവ വരുമ്പോ ടീച്ചറിനടുത്ത് പറഞ്ഞാൽ മതി, അവിടെ പിള്ളേരുടെ അടുത്ത് പറയാൻ മതി. അല്ല, നമ്മളെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറെ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അതെ അതെ, ഭാര്യമാരെ നമ്മളോടൊപ്പം ഉണ്ടാകുന്നതാണ് നമുക്ക് സന്തോഷം. അല്ലാതെ പിന്നെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചാലേ. അലുവ വരുമ്പോ ശരി ശരി. ജമന്തി, ജമന്തി, എന്തോ നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്താ എന്താ എന്റെ പണി കളയിച്ചല്ലേ? ആര്? ആരെന്നാ? നിങ്ങളെ ഭർത്താവ്. എന്റെ ഭർത്താവിന്റെ അടുത്ത് വന്ന് ഓരോ തോന്നിയാസങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ടീച്ചർ എന്തൊക്കെയാ പറയണത്? എന്തൊക്കെയാ പറയണത് ഞാൻ പറഞ്ഞു തരണോ? എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാരും കൂടെ എന്റെ പണി കളയുമല്ലേ? പണി കളഞ്ഞെങ്കിൽ കണക്കായി പോയി. എന്താ പ്രശ്നം? എന്താ? എന്റെ ജീവിക്കാനുള്ള ഉപാധിയല്ലേ ട്യൂഷൻ എന്ന് പറയുന്നത്? എന്തിനാ നിങ്ങൾ നിർത്തിക്കണത്? ഓരോരോ തോന്നിയാസങ്ങൾ ടീച്ചർ എന്തൊക്കെ അനാവശ്യങ്ങളാ പറഞ്ഞത്? ഇവിടെ നടക്കണ കാര്യങ്ങളും അവിടെ നടക്കണ കാര്യങ്ങളും എരിവും പുളിയൊക്കെ ചേർത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെ കൂടെ പറഞ്ഞു തന്നിട്ട് എന്തൊക്കെ വൃത്തികേടാ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞാല് പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്തോ തോന്നിയാസങ്ങളൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. അല്ല, നീ ഇവിടെ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞോളിയാ? എന്റെ ജീവനോപാധിയല്ലേ ട്യൂഷൻ എന്ന് പറയുന്നത്? അത് നിങ്ങൾ നിർത്തിച്ചില്ലേ? അല്ല ടീച്ചറെ, അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. മോശമായിട്ട് പറഞ്ഞാളി നമ്മള്. നീ എന്താ പറഞ്ഞെന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കാലം നല്ല കാലമല്ല. അയ്യോ, അതിലെന്ത് മോശം? സൂക്ഷിച്ച് നടക്കണം, അതിന് ഒരു മോശമില്ല. അത്ര ഞാൻ പറഞ്ഞോളൂ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അത് നിങ്ങൾ ഇടപെടണ്ട. അയ്യോ, അപ്പൊ ഇത്രയൊക്കെ അറിവുള്ള ആളായിരുന്നോ? അപ്പൊ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കും അറിയാം. ഇപ്പൊ നിങ്ങളെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേദന ഉണ്ടായോ? ഈ വേദന നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ മനഃപൂർവ്വം പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞാല് നിങ്ങൾ അങ്ങ് കേൾക്കുവോ? നിങ്ങൾക്ക് അത്ര സ്നേഹം കണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാ പിന്നെ കേൾക്കാൻ പോയത്? കേട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത്. കേൾക്കണ ആൾക്കാരോടൊക്കെ നിങ്ങൾ തോന്നിയാസം പറയോ? എനിക്ക് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളല്ലേ പറഞ്ഞത് സാരി എടുത്തിട്ട് പോയപ്പോ ഇവിടെ പറ്റി ദുഷ്ടതരം പറഞ്ഞെന്ന് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞില്ലേ? അത് പറഞ്ഞപ്പോ നിങ്ങളും കേട്ടില്ലേ? ടീച്ചർ പറഞ്ഞില്ലേ ഞാൻ തയ്ച്ച പൈസ കൊടുക്കത്തില്ലെന്ന്? അത് ഞാൻ അവിടെ പറഞ്ഞപ്പോ നിങ്ങളും കേട്ടില്ലേ? നിങ്ങൾ കൈ നിട്ട് പറയാ. നിങ്ങൾ ആര്? പഠിപ്പിക്കാൻ വന്നാ പഠിപ്പിച്ചിട്ട് പൊക്കോളാം, അല്ലാതെ ഈ കുടുംബത്തെ കാര്യം അന്വേഷിക്കാൻ ടീച്ചറെ, നമ്മളൊരു സ്ഥലത്ത് പഠിപ്പിക്കാൻ പോണ നല്ല കാര്യമല്ലേ? അത് ഗുരുത്വദോഷം കാണിക്കല്ലേ? ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണം. അല്ലെങ്കിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചോദ്യം ചെയ്യാനോ? പിന്നെ അല്ലാതെ എന്റെ ഉപാധിയല്ലേ പോയത്? ഉപാധി പോയെങ്കിൽ കേസ് കൊടുക്കൊണ്ടുപോയി. ഇങ്ങനെ പോയിടത്തൊക്കെ എത്ര കുടുംബം നശിപ്പിച്ചിട്ടുണ്ടാവും ഈ ടീച്ചർ. പിന്നല്ലാതെ ടീച്ചറെ, കുട്ടികൾ 2 വാക്ക് നല്ല വാക്ക് പഠിപ്പിക്കാൻ നടക്കാൻ ടീച്ചർമാർ ഇങ്ങനെ പരദൂഷണം പറഞ്ഞാൽ നാണക്കേടല്ലേ? മോശമല്ലേ? ഞങ്ങള് സ്നേഹമായതുകൊണ്ട് കേക്കടാ, ഞങ്ങള് സ്നേഹമായതുകൊണ്ടല്ലേ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ അറിയോ? എന്നാലും നിങ്ങൾ പറഞ്ഞപ്പോ കേട്ടല്ലോ. അങ്ങനെ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ വലിയ കാര്യമൊന്നും പറയണ്ട. എനിക്കും അറിയാം തിരിച്ചു പറയാം. എനിക്കും ഉണ്ട്. വലിയ കാര്യമൊന്നും പറയണ്ടേട്ടാ. കുടുംബങ്ങളൊക്കെ വരുന്ന ടീച്ചറേ, കുടുംബങ്ങളൊക്കെ ടീച്ചർമാരെ പറയിപ്പിക്കാൻ ഒരു ടീച്ചർ. Versus Alien.